നിലമ്പൂരിൽ ആവേശ സ്വീകരണമാണ് സ്വരാജിന് കിട്ടിയത്, എങ്ങനെ കാണുന്നു? ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനെയാണ് നിലമ്പൂർ നേരിടാൻ പോകുന്നത്. ഈ ഇലക്ഷനിൽ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ദേശീയ രാഷ്ട്രീയം ചർച്ചയാവും, പ്രാദേശിക രാഷ്ട്രീയങ്ങൾ ചർച്ചയാവേണ്ടത്. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന് സംഭാവന ചെയ്ത ധാരാളം വികസന പ്രവർത്തനങ്ങൾ, നാടിൻ്റെ മുഖച്ഛായ മാറ്റിയുള്ള ധാരാളം സംഭവങ്ങൾ, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ ഈ കഴിഞ്ഞ 9 വർഷമായി മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്നുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാവണം. അപ്പോൾ പൊതുവെ രാഷ്ട്രീയവും വികസനപരവുമായ ധാരാളം ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു ഇലക്ഷനായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും. അങ്ങ് കൂടി അംഗമായ മന്ത്രിസഭയുടെ വിലയിരുത്തലാകും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് കരുതുന്നോ? നോക്കൂ, ഒരു വർഷം മാത്രമാണ് ഒരു മന്ത്രിസഭ ബാക്കിയുള്ളത്. സ്വാഭാവികമായും ഇലക്ഷനിൽ അത് ചർച്ചയാവുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരുവിധ ധൈര്യക്കുറവുമില്ല. കാരണം കേരളത്തിന് ധാരാളം കാര്യങ്ങൾ ചെയ്തുള്ള മുന്നണി എന്നുള്ളതിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ ഇലക്ഷൻ നേരിടുന്ന കാര്യത്തിൽ സധൈര്യം തന്നെയാണ് ഈ സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തിയിട്ടുള്ളത്. അൻവറിനെ വ്യക്തിപരമായി അറിയുന്ന ആളാണ് അങ്ങ്. അൻവർ ഇന്ന് രാവിലെ പറഞ്ഞത് സതീശൻ നയിക്കുന്ന UDF-ലേക്കില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമില്ല എന്നാണ്. ആ അൻവറിന്റെ ആ നിലപാടിനെ എങ്ങനെ കാണുന്നു? നമുക്ക് നിലവിൽ നമ്മൾ കാണേണ്ടത് അൻവർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായി മാറുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രമുഖരായിട്ടുള്ള കേരളത്തിൽ 2 രാഷ്ട്രീയ മുന്നണികൾ തമ്മിലാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള മത്സരം നടക്കുന്നത് നിലമ്പൂരിൽ. അതുകൊണ്ട് തന്നെ അൻവർ ഒരു ഘടകമാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നില്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ. അൻവറുമായി ബന്ധപ്പെട്ട നിലപാടാണ് മന്ത്രി വി. അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയത്.